വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ചു കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറയാം. നമ്മുടെ എന്താ പറയുന്നത്, ഇക്കോസിസ്റ്റം അല്ലേ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്ക് ഈ എക്കോസിസ്റ്റത്തിൽ. ഇപ്പോൾ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായൊരു താരതമ്യമാണിത്. രണ്ടാം LDF സർക്കാരിൻ്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച ഒന്നാം സർക്കാരിൻ്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% വർധന. കറക്റ്റാണ്. എന്താ കാര്യം? 2019-21 ആയിട്ടാണ് താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 വല്ലതും തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ്, കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. കോവിഡ് കാലത്തിൽ നിന്ന് കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം 254% വളർന്നത് ഒന്നും നടക്കാത്ത കോവിഡ് കാലത്തെ ബേസ് ഇയറായി തെരഞ്ഞെടുത്ത് കണക്കെടുത്തത് കൊണ്ടാണെന്നായിരുന്നല്ലോ VD സതീശൻ കഴിഞ്ഞ ദിവസം ഉന്നയിച്ച വാദം. വൈകിയൊന്നുമില്ല, ഉടനെ തന്നെ കേരളത്തിന്റെ നേട്ടം എന്താണെന്നുള്ള മറുപടി മന്ത്രി P രാജീവ് വ്യക്തമായി നൽകിയിരുന്നു. പറയാനുള്ളത് അതല്ല, ഈ പറയുന്ന ഒന്നും നടക്കാത്ത കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാർ സ്റ്റാർട്ടപ്പ് മേഖലയിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നല്ലേ അറിയേണ്ടത്. സർക്കാർ ഇവിടെയുള്ള സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ നൽകി, മഹാമാരിക്കാലത്തെ അതിജീവിക്കാൻ അവരെ സഹായിച്ചു. അതിനൊരു ഉദാഹരണമാണ് ആ കാലത്ത് ലോക്ക്ഡൌണിൽ വീട്ടിലിരുന്നവർക്ക് ഡോക്ടർമാരുടെ ടെലിഫോൺ വഴിയുള്ള സേവനം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് സംരംഭകരെ തേടിയ സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ മുൻഗണന നൽകിയത്. അങ്ങനെ ആ പദ്ധതി നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത കമ്പനിയായിരുന്നു അങ്കമാലിയിലുള്ള സഫിൽ സണ്ണി എന്ന യുവ സംരംഭകന്റെ സ്റ്റാർട്ടപ്പായ ക്വിക്ക് ഡോക്ടർ ഹെൽത്ത് കെയർ. ഈ കരാർ നൽകിയതിനെതിരെ അഴിമതി ആരോപണവുമായി വന്നത് VD സതീശൻ തന്നെയായിരുന്നു. ഓട്ടോക്കാരൻ ഡയറക്ടർ ബോർഡിലുള്ള കമ്പനിക്ക് എങ്ങനെ ഈ കരാർ ലഭിച്ചുവെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പഞ്ച് ഡയലോഗ്. സഫിൽ സണ്ണിയുടെ പിതാവായിരുന്നു ഈ പറയുന്ന ഓട്ടോക്കാരൻ ഡയറക്ടർ. ഓട്ടോക്കാരന്റെ മക്കളൊന്നും സംരംഭകരാകാൻ പാടില്ലെന്ന വരേണ്യബോധം തന്നെയായിരുന്നല്ലോ അത്. അതിൽ സംശയമൊന്നുമില്ല. കോവിഡിന് ശേഷം സഫിൽ സണ്ണിയുടെ തന്നെ സ്റ്റാർട്ടപ്പായ ട്രാൻസ്മിയോ സൊല്യൂഷൻസ് ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയായ ഷെല്ലിന്റെ നിക്ഷേപം നേടിയെടുത്തതാണ് നാം കണ്ടത്. എണ്ണവാതക പൈപ്പ് ലൈനുകളിലെ ചോർച്ചയും മോഷണവും AI, മെഷീൻ ലേണിംഗ്, ഫൈബർ സെൻസിംഗ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളിലൂടെ കണ്ടെത്തുന്ന സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും വികസിപ്പിച്ചാണ് സഫിൽ സണ്ണിയുടെ കമ്പനി ഷെല്ലിന്റെ സ്റ്റാർട്ടപ്പ് ആക്സിലേറ്റർ പദ്ധതിയിൽ പങ്കാളിത്തം നേടിയത്. മലയാളിയായ രാഗി തോമസ് അമേരിക്കയിൽ തുടങ്ങിയ ഇപ്പോൾ ബില്യണുകൾ ആസ്തിയുള്ള സോഫ്റ്റ്വെയർ കോർപ്പറേഷനാണ് സ്പ്രിംഗ്ലർ. ഒരു നയാ പൈസയും വാങ്ങാതെ കോവിഡ് മോണിറ്ററിംഗ് സിസ്റ്റം നമുക്ക് ഓഫർ ചെയ്തിരുന്നതാണ്. അതിനു പിന്നാലെ എന്തെല്ലാം പുകിലുകളായിരുന്നു. വമ്പിച്ച മൂലധന നിക്ഷേപങ്ങളോടെ കേരളത്തിൽ വരുമായിരുന്ന ആ കമ്പനി വന്ന വഴിയെ തിരിച്ചുപോയി. അതിലൂടെ അത്ര വലിയ നഷ്ടമാണെന്ന് കേരളത്തിനുണ്ടായത്. മാത്രമോ, വെബ്ക്യൂ ആപ്പ്, ആ സ്റ്റാർട്ടപ്പിനെ കുറിച്ച് എന്തൊക്കെ അധിക്ഷേപങ്ങളായിരുന്നു ഇദ്ദേഹം തന്നെ ഉന്നയിച്ചത്. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 300 സ്റ്റാർട്ടപ്പുകൾ മാത്രമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. LDF സർക്കാരിന്റെ കഴിഞ്ഞ 8 വർഷം കൊണ്ട് അത് 6200 ഉയർന്നു. 60,000 തൊഴിലവസരങ്ങൾ ഇതുവഴി ലഭ്യമായി. 5800 കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെ ഉണ്ടായത്. 15,000 ചതുരശ്ര അടി ബിൽ സ്പേസ് ആണ് 2016-ൽ LDF അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് 2021 ശേഷം കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം 254% വളർച്ച കൈവരിച്ചത്. അതിന് കോവിഡ് കാലത്തും അതിനു മുൻപും അതിനു ശേഷവും സംസ്ഥാന സർക്കാർ നൽകിയ പിന്തുണ തന്നെയാണ് മുഖ്യം. സർക്കാർ യുവ സംരംഭകരെ പിന്തുണച്ചപ്പോൾ ഓട്ടോക്കാർക്ക് സ്റ്റാർട്ടപ്പിൽ എന്താ കാര്യമെന്ന് ചോദിച്ച് പത്രസമ്മേളനം നടത്തിയ പ്രതിപക്ഷ ഐറ്റമൊക്കെ 1% പോലും ഒരു തരത്തിലും വളരാത്ത ആ പഴയ പൊട്ടക്കിണർ തന്നെയായി തുടരുന്നുവെന്നതാണ് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനവും തെളിയിച്ചതെന്ന് വ്യക്തമാണ്. 2026ഓടെ 15,000 സ്റ്റാർട്ടപ്പുകളും 100,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് നമ്മുടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. അതൊരു നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർക്ക് അത് അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാകുന്നത് സ്വാഭാവികമാണ്.